എടാ പുണ്ണി, ഈ തറവാട്ടിൽ തലക്കകത്ത് ആള് താമസമുള്ളത് എനിക്ക് മാത്രമല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് സംശയം തോന്നാൻ എന്താ കാരണം? എന്റെ അപ്പുണ്ണേട്ടാ, അവര് തമ്മിൽ പ്രേമിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ആ സമയത്തെ അവർക്ക് അതിനുള്ള യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം പങ്ക്യാമൻ ഇവിടുന്ന് പോന്നു, തിരിച്ച് കല്യാണം കഴിച്ചിട്ട് വരുന്നു. അതിനിടയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും സംഭവിച്ചില്ല, അവർക്ക് ഇങ്ങനെ തോന്നലോ. അങ്ങനെ തോന്നലൊന്നുമല്ല. തോന്നലായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇവര് പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ? എന്തോ സംഭവിച്ചോണ്ടല്ലേ. ഇനിയിപ്പോ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാവുമോ? ഉണ്ടെന്ന് നീ എന്നെ വിശ്വസിക്കേ? ഞാൻ വിശ്വസിക്കില്ല. അപ്പുണ്ണേട്ടൻ വിശ്വസിക്കണ്ട. അതെ, ഈ സാറമ്മയുടെ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒറ്റ കാലിൽ നിന്ന ആളാ. ആ സാറമ്മയുടെ പങ്ക്യാമനെ പോലെ ഒരാളെ കല്യാണം കഴിക്കണമെങ്കിലേ അതിന്റെ ഇടയിൽ എന്തോ കാര്യമായിട്ടൊന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അതെ, ഈ പാർട്ടിക്കാരുടെ ഇടയിൽ നുഴഞ്ഞു കയറി വേണം കണ്ടുപിടിക്കാനായിട്ട്. ഉത്തമേട്ടാ, അങ്ങനെ നുഴഞ്ഞു കയറി വരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പറ്റിയ ഒരാളെ എന്റെ കസ്റ്റഡിയിലിട്ട്. ആരെ? പങ്ക്യമ്മാവനാണോ? പങ്ക്യാമൻ എങ്ങനെ പങ്ക്യാമനെ പറ്റി അന്വേഷിക്കാം? ഞാൻ എന്ത് മണ്ടത്തിലേ പറഞ്ഞു എന്റെ എടാ പുണ്ണിച്ചിരി നീ അടുത്ത് നിന്നിട്ട് ഞാൻ ഈ മണ്ടത്തിലും വിളിച്ചു പറയുന്നത്. ഓ, എന്റെ ഉത്തമേട്ടാ, അത് വേറെ ആരുമല്ല, ജമാല് മാമ. ജമാല് മാമ? അതെ, കാണുമ്പോ ഒരു മണ്ടനാന്ന് തോന്നുമെങ്കിലേ ഈ കാര്യത്തിലൊക്കെ ബെസ്റ്റാ. അത് നേരാ. ജമാല് തുറപ്പന അവൻ കണ്ടുപിടിച്ചോളും. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടിയോ? ആ, കൂടി. ആരായാലും വേണ്ടില്ല, എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. ഇത് കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ ഓക്കെ. ഓ, അവിടെ ലോജിക്കില്ലാതാണല്ലോ അടിക്കുന്നത്. പോക്കും നമ്മള് കണ്ടുപിടിച്ചിരിക്കും. മിണ്ടല്ലേ, കുട്ടി ഉറങ്ങാ. അവൾ അവിടെ ഇവിടെ ഉണ്ട്. എന്തേ? ഒന്ന് വിളിച്ചേ. എന്താ കാര്യം? കാര്യം പറയണ്ട. എടി, ദേ മാമ വിളിക്കണോ. ഷാഹിന. ഓ, പതി എങ്ങോട്ട് വാ. മാമ മാമ ഞാൻ പറഞ്ഞിട്ട കാര്യം എന്തായി? എന്ത് കാര്യം? ചേച്ചി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താടി? അതെ, ഞാൻ പങ്ക്യാമന്റെ സാറമ്മ മേഡത്തിന്റെ മറ്റേ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് എന്തായി? മോളൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കുവോ? കാര്യം കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി. പറ. അതെ, നല്ല വിശപ്പ്, നമുക്ക് എന്നെ കഴിച്ചിട്ട് പറയാം. ഓ, അതൊക്കെ പിന്നെ കഴിക്കാം, ആദ്യം ഇത് പറ. ഓ, പറയണ. നമ്മുടെ പങ്ക്യമ്മാവന്റെ പാർട്ടി ഓഫീസിലെടുത്ത് ചായക്കട നടത്തുന്ന കുഞ്ഞിക്കണ്ണല്ലേ, കുഞ്ഞിക്കണ്ണന്റെ ചായക്കടയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മുടെ ഈ പങ്ക്യമ്മാവനും സാറാമ്മയെ രജിസ്റ്റർ മാരേജ് ചെയ്തതിന്റെ ഒരു ദിവസം മുന്നേയുള്ള ഒരു രാത്രി ഈ പാർട്ടി ഓഫീസിൽ ഒരു രഹസ്യയോഗം ചേർന്നിട്ടുണ്ട്. രഹസ്യയോഗോ? ആരൊക്കെയായിരുന്നു? 5 പേര്. 1 നമ്മുടെ പങ്ക്യമ്മാവൻ, 2 സാറാമ്മ, 3 മറ്റേ ആ ജില്ലാ നേതാവ് പാപ്പുക്കുട്ടി. ബാക്കി 2 ആൾക്കാരാരാന്ന് കുഞ്ഞിക്കണ്ണറിയില്ല. എന്നിട്ടേ അവരെന്താ ചർച്ച ചെയ്തെന്ന് പറ. അല്ല, അത് കുഞ്ഞിക്കണ്ണൻ അറിയില്ല. അടച്ചിട്ട മുറിയിലല്ലേ ചർച്ച ചെയ്തത്. അപ്പൊ അതൊന്നും അറിഞ്ഞില്ലേ? അല്ല, അടച്ചിട്ട മുറിയിൽ രഹസ്യയോഗം കൂടിയതാണെന്ന്. വേറൊരു കാര്യം കൂടി കിട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞിക്കണ്ണന്റെ ചായക്കടയിൽ നിന്നാണല്ലോ ഈ രഹസ്യയോഗത്തിലെ ഈ ചായ കൊണ്ടുപോയത്. അങ്ങനെ കിട്ടിയ വിവരം അനുസരിച്ച് അപ്പൊ പിന്നെ കിട്ടുമല്ലോ. ആ കൊണ്ടുപോയ 5 ചായയില് ഒരു ചായ വിത്തൗട്ട് ആയിരുന്നു, ഷുഗർ ഇട്ടിട്ടില്ല. ഒരു ഷുഗർ പേഷ്യന്റ് അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പായി. ആയിക്കോട്ടെ, കാര്യത്തിലേക്ക് വാ. ഇനി എന്ത് കാര്യോ? ഇതല്ലേ കാര്യമോ? അപ്പൊ ഇത്രേ അറിയാവൂ? രഹസ്യയോഗം കൂടിയില്ലേ, ബാക്കിയൊക്കെ രഹസ്യല്ലേ. ഒരു പരിപാടി ഉണ്ട്. ഈ 1 മണിക്കൂർ സമയത്ത് അവിടെ എന്തൊക്കെയാ നടന്നതെന്നറിയോ? അതല്ലേ പറയേണ്ടത്, ആദ്യം പറ. ആദ്യം എന്താണെന്നറിയോ? 5 പഴംപൊരി, പിന്നെ 4 ഉഴുന്നുവട, പിന്നെ 28 നുറുക്ക്. ഇത്രയും സാധനങ്ങൾ കുഞ്ഞിക്കണ്ണന്റെ കടയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. എന്തായാലും അവസ്ഥ. അതിനിപ്പൊ ഞങ്ങൾ എന്ത് വേണം? ഇത് അന്വേഷിക്കാനാണ് ഇവിടുന്ന് പോയത്. എന്റെ മാമയെ പറ്റി ഞാൻ ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ടുവരുമെന്നാണ് ഞാൻ കരുതിയത്. മോളെ, ഒരു അടച്ചിട്ട മുറിയിൽ 5 പേര് സംസാരിക്കുന്നത് 6ാമത്തെ ആൾ എങ്ങനെ അറിയാനാണ്? ആദ്യം അറിഞ്ഞാൽ നമുക്ക് വല്ല മൈക്കോ മറ്റു ഒളിക്യാമറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെയായിരുന്നു. ഇത് ആരും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാനാ ചേച്ചി? ഇനി എനിക്ക് കുറച്ച് ഭക്ഷണം എടുത്തു തരാം, അത് ചെയ്താൽ മതി. മാമ അങ്ങോട്ട് നടക്കും, ഞങ്ങളിപ്പോ വരാം. ചേച്ചി, അപ്പൊ അടച്ചിട്ട മുറിയിലാണ് രഹസ്യയോഗം നടന്നത്.
രഹസ്യ യോഗം പിന്നെ അടച്ചിട്ട മുറിയിലല്ലേ നടക്കുള്ളൂ. പക്ഷെ ആ യോഗത്തിലാണ് ഇവരുടെ രജിസ്റ്റർ കല്യാണം തീരുമാനമാക്കിയേക്കണത്. അതിനിടയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്തോ പ്രധാനപ്പെട്ട ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. ശ്ശേ, അതെന്തായിരിക്കും? അതാണ്. അതറിയാൻ എന്താടി ഒരു മാർഗം? മോളെ ഷാഹിന, മോളെ ചേച്ചി ഒന്ന് ചെന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുക. എനിക്ക് കുറച്ച് പണി ഉണ്ടാവുക. ഞാനാ? ആ നീ ചെല്ലേ, എനിക്ക് കൊച്ചിനെ നോക്കണം. ചേച്ചി പ്ലീസ്, ചേച്ചി പ്ലീസ് ഒന്ന് കൊടുക്ക്. എന്ത് കഷ്ടമാണിത്. നടോട്ട്. ചേട്ടാ, എന്നാലും അവരെന്തായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഉത്തമേട്ടാ, ഉത്തമേട്ടാ, ഉത്തമേട്ടൻ ഇനി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞു തന്നെയാ കാര്യം. അപ്പൊ പാർട്ടി ഓഫീസ് വെച്ച് ആരും അറിയാതെ മീറ്റിംഗ് നടന്നല്ലേ? ആന്നേ, സംഭവം പുറത്ത് വേറെ ഒരാൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നീ എങ്ങനെ അറിഞ്ഞു? അക്ക, ഞാനൊരു മാധ്യമ പ്രവർത്തകയാ. നീയാ? ആ. മാധ്യമ പ്രവർത്തകയാ? ആ. അതെങ്ങനെ? എനിക്ക് കേബിൾ TV ഓഫീസില്ലേ, അതും ഒരു മാധ്യമ പ്രവർത്തനമാ. അപ്പടിയാ? ആ, ഞങ്ങളെ കാറ്റ് പോലെയാ. ലോകത്ത് എന്ത് നടന്നാലും ഞങ്ങൾ ആദ്യം അറിഞ്ഞിട്ടേ നിങ്ങളൊക്കെ അറിയുള്ളൂ. പണ്ടേ അമ്പിളിക്ക് പറയായിരുന്നു കേബിൾ TV എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തനമാന്ന്. അന്ന് ഞാൻ കുറേ കളിയാക്കി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒരു പവർ. ഷായിന, എന്താ അവിടെ ഒരു ഗൂഢാലോചന? ഉമ്മ ഇങ്ങോട്ട് വാ. എന്താ നിങ്ങളുടെ ഒരു ഗൂഢാലോചന? എന്റെ ഉമ്മ ഗൂഢാലോചന ഒന്നും അല്ല. പങ്ക്യാമിന്റെ പാർട്ടി ഓഫീസിലെ മീറ്റിങ്ങിന്റെ കാര്യം പറയായിരുന്നു. അതാണോ? എന്നാലും അവരെന്തൊക്കെയായിരിക്കും രഹസ്യമായി മീറ്റിംഗ് വെച്ചത്? അത് രഹസ്യമായിട്ട് എന്തോ പറയാൻ വേണ്ടിട്ടാവും. അതെ, എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് പുറത്തു പറയാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം. അതാണല്ലോ രഹസ്യമായിട്ട് ഒരു യോഗം കൂടിയത്. പുറത്തു പറയാൻ പറ്റാത്ത എന്ത് സംഭവം? അഴിമതിക്കാര്യമല്ലാണോ? അഴിമതിയൊന്നുമല്ല, അതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമേ യോഗം കൂടുള്ളൂ. ചെയ്തു കഴിഞ്ഞ ഒരു യോഗമില്ല. ഇത് അതിലും ഗൗരവമുള്ള എന്തോ ഒരു വിഷയം. ആ, എനിക്ക് തോന്നുന്നതേ ഈ സാറാമ്മ മേഡം ഒരു വലിയ സ്വർണ്ണക്കള്ളക്കടത്തുകാരിയായിരുന്നു. അത് ഈ പങ്കിമാമൻ കയ്യോടെ പിടിച്ച്. അപ്പൊ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് പങ്കിയമ്മാവനെ അങ്ങ് കല്യാണം കഴിച്ചു. സ്വന്തം ഭാര്യ ഒരു കള്ളക്കടത്തുകാരിയാണെന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പുറത്തു പോയി പറയുമോ? അതിനു വേണ്ടിയിട്ടാണ് സാറാമ്മ മേഡം ഈ പങ്കിയമ്മാവനെ കല്യാണം കഴിച്ചത്. പൊന്നിത്താ, നിങ്ങളുടെ തലയിലെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് ഓർത്തായിരുന്നത്. കല്യാക്കടുത്തും കൊണ്ടുവന്നേക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ വായി തോന്നണ വിളിച്ചു പറയുന്നത്. ഞാനിതൊരു ബുക്കില് വായിച്ചതാ. ബുക്കിലാ? ആ, ചിലപ്പോ അങ്ങനെ ആവാലോ. എന്റെ സുഹൃത്ത്, ഇത് അങ്ങനെയൊന്നും അല്ല. എനിക്കൊരു കാര്യം തോന്നി. ഇത് കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ പങ്കിയമ്മാവൻ പ്രധാനമന്ത്രി ആവാതിരിക്കാൻ വേണ്ടി ഏതൊക്കെയോ അസൂയാലുക്കള് പങ്കിയമ്മാവനെ ചതിച്ചതാ. നമ്മുടെ പങ്കിയമ്മാവനല്ലേ പ്രധാനമന്ത്രിയാവാൻ? ആര് ചതിച്ചെന്നാ പറഞ്ഞത്? അതെനിക്കറിയില്ല, പക്ഷെ ആരോ ചതിച്ചതാ. എന്റെ പൊന്നോ, ഉള്ളായിരിക്കും. രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിട്ട് എന്തോ ചതി നടന്നതായിരിക്കും. എന്താന്നറിയാമോ, ഈ പങ്കിയമ്മാവൻ കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരും പിറുങ്ങണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് നടക്കത്തല്ലേ ഉള്ളു. രാഷ്ട്രീയ ഭാവി തൊലയത്തില്ലേ? എന്റെ പൊന്നോ, ഇത് എല്ലാത്തിന്റെ ഭാവി തൊലഞ്ഞു പോകും. ഇതൊന്നുമല്ല കാരണം. എന്റെ അഭിപ്രായത്തില് പങ്കിമാമനെ സാറാമ്മ കല്യാണം കഴിക്കണേല് രണ്ട് കാരണങ്ങളാ. അതെന്ത് കാരണങ്ങളാ? ഒന്നുകിൽ അസ്ഥിക്ക് പിടിച്ച പ്രണയം. അതെന്തായാലും ഇപ്പൊ സാറാമ്മ മാഡത്തിന് പങ്കിമാമനോട് തോന്നൂല. ഏയ്, ഇത് പ്രേമൊന്നും അല്ലെന്നാ തോന്നൂത്ത കേട്ടാ. പ്രേമൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ പങ്കിമാമനൊക്കെ ആരെങ്കിലും പ്രേമിക്കുവോ? ഇത്ര പ്രേമിക്കുവോ? അല്ലോ, ഞാൻ പ്രേമിക്കൂല. നീ പ്രേമിക്കുവോ? ഞാൻ മാമാവെ കെട്ടിയില്ലേ, അല്ല പ്രേമിക്കൂലെന്ന്. അപ്പൊ അതുകൊണ്ട് പ്രേമമല്ല. പിന്നുള്ളത് മറ്റേ സംഭവം. എന്ത് സംഭവം? നിങ്ങൾ ഈ നാട്ടിലൊന്നുമല്ല ജീവിക്കണത്. ഗർഭം. എന്താന്ന്? സാറാമ്മ മാഡത്തിന് ഗർഭം. അതുകൊണ്ടാണ് പങ്കിമാമൻ ഇപ്പൊ കല്യാണം കഴിച്ചത്. ഒന്ന് പോത്ത വേട്ട, അങ്ങനൊന്നും ആയിരിക്കൂല. പക്ഷെ എനിക്ക് നല്ല അറിവുള്ളതല്ലേ എന്നെ കുറിച്ച്.
അത് തന്നെയാണ് ഉറപ്പാണ്. അവള് നോക്കിയേ, ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞായിരുന്ന ഇവളെയും തട്ടിക്കൊണ്ട് പോയ കാര്യം. ആ അന്ന് ഞാൻ ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്ന് ആങ്ങളുടെ കാലേ വീണിട്ട് ഒരു കാര്യം പറഞ്ഞല്ലേ. എന്ത് കാര്യ? അപ്പൊ ഞാനൊരു നുണ പറഞ്ഞായിരുന്നു. എന്ത് നുണയാ? ഇവള് 3 മാസം ഗർഭിണിയാന്ന്. ഇത് കേട്ടത് ആങ്ങളെ ഞെട്ടിപ്പോയില്ലേ, അപ്പൊ തന്നെ കല്യാണം നടത്തിയെന്ന്. ഇതും അത് തന്നെ വിഷയമാണ്. അല്ല, അപ്പൊ സാറാമ്മ മേഡം ഗർഭിണിയായതുകൊണ്ടാ പങ്കിയാമൻ കെട്ടിയെന്നാണ് പറയണേ? ആ ഭംഗിമാമനും സാറാമ്മയുടെ കൂടി ഉന്നത നേതാക്കളുടെ കാലേ വീണിട്ട് കാര്യം പറഞ്ഞു. അതല്ലേ അവര് പെട്ടെന്ന് കല്യാണം നടത്തിയത്. ആയിരിക്കും കേട്ടോ. രണ്ടുപേരോട് എപ്പോഴും മോളിലല്ലേ. അത് തന്നെയല്ല, സാറാമ്മ മേഡത്തിന് 2-3 ദിവസം കൊണ്ട് മുഖത്തൊരു വളർച്ചയൊക്കെ ഉണ്ട്. വയറ് ഒരിച്ചിരി വീർത്തിരിപ്പുണ്ട്. മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, ഇതെങ്ങാനും അമ്മ അറിഞ്ഞ എന്താവും? അല്ല, അറിയണ്ടവരറിയണ്ടേ. അതെ, ഇനിയിപ്പോ മറച്ചു വെക്കാൻ പറ്റുമോ? ഗർഭമല്ലേ. നീ ഇതെവിടെ പോണു? ഞാൻ ഇപ്പൊ വരാവേ. ഇവളെന്താണ് കാണിക്കണ? ഗർഭം അവർക്കല്ലേ? ആന്ന്, അതൊരു 8ഉം 8ഉം തിരിയാത്ത കൊച്ചല്ലേ. എവിടെ നാണിക്കണം എവിടെ നാണിക്കണ്ടെന്നൊന്നും അവക്കറിയത്തില്ല. ആർക്ക് ഗർഭമെന്ന് കേട്ടാലും അവക്കെങ്ങനാണോ. ഈ തള്ള എന്താ കാണിക്കണത്? എനിക്കും നാണോ. അയ്യോ, അതെ, ഇതൊരു കാര്യം ചെയ്യും. ആ പറമ്പിൽ പോയിട്ട് കുറെ മാങ്ങയൊക്കെ പറക്കെടുക്കും. എന്തിനാ? അവര് വരുമ്പോ ഉപ്പിലിട്ട് കൊടുക്കാല. എന്നാ ഞാൻ പോയി മാങ്ങ അയ്യോ, പോക്ക് കണ്ടില്ലേ? ചക്കയുടെ സീസണാ മാങ്ങക്ക് വേണ്ടി ഓടിയേക്കണ്. ഈ ഒരു കാര്യം ചെയ്യും, വേഗം പോയിട്ട് തൊട്ടിലൊക്കെ ക്ലീൻ ചെയ്ത് നോക്ക്. ശരി മാമ. നീ എന്താ ഷാഹിനായി പറയണത്? സാറാമ്മയ്ക്ക് ഗർഭമുണ്ടെന്നോ? അതേമേ, മുത്തമേട്ടൻ പറഞ്ഞപ്പോഴേ ആദ്യം ഞങ്ങൾക്കും വിശ്വാസമായില്ല. പിന്നെ അവരുടെ കല്യാണം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോഴേ ഗർഭം തന്നെയായിരിക്കും അവര് കെട്ടാനുള്ള കാരണം ഞങ്ങൾക്കും തോന്നി. ചതിച്ചല്ലോ ദൈവങ്ങളെ. എന്താ ദൈവങ്ങൾ ചതിച്ചു എന്ന് പറയണേ? പങ്കിയാമനല്ലേ ചതിച്ചത്. എന്നിട്ടിപ്പോ ദൈവങ്ങൾക്ക് ഇരിക്കാൻ പുറത്തില്ല. എന്നാലും എന്റെ സീതാലക്ഷ്മി, നീ എത്ര നാൾ അവന്റെ മുറിയുടെ വാതൊക്കെ പറാവ് കിടന്നത്? അതൊക്കെ പാഴായി പോയില്ലേ? മര്യാദയ്ക്ക് കാവലി എടുക്കാൻ നിങ്ങളുടെ ആങ്ങളെന്നെ സമ്മതിച്ചോ? 2ാമത്തെ ദിവസം മുറി പിടിച്ച് പൂട്ടിയിട്ടില്ല അങ്ങേര്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് എത്ര നാൾ കാവലിരിക്കാൻ പറ്റും? അവര് ഭൂരിപക്ഷം ദിവസം പുറത്താ. പാർട്ടി, മീറ്റിംഗ്, ജാഥ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും പങ്കി ആള് മിടുക്കന. കല്യാണത്തിന് മുമ്പേ അവൻ കാര്യം സാധിച്ചെടുത്തല്ലോ. അപ്പച്ചി, ചിലപ്പോഴേ പങ്കിയാമ്മന് നമ്മളോടൊക്കെ പറയാൻ ചമ്മലായിരിക്കും. അതായിരിക്കും ഇവിടുന്ന് അവരങ്ങ് പോയത്. ഓ, ഇപ്പൊ ചമ്മിടുന്ന കാര്യം. എന്നാലും 2 ആഴ്ചക്ക് മുമ്പ് വരെ അവിവാഹിതനായിരുന്ന പങ്കിയാമൻ അതിനുള്ളിൽ കല്യാണം കഴിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാവാന്നൊക്കെ പറഞ്ഞാ നിങ്ങൾക്ക് ഇതൊക്കെ ഇത്ര നിസ്സാരമായിട്ട് പറയാ എങ്ങനെ പറ്റണത് പെണ്ണുങ്ങളെ? അല്ല അമ്മ, എന്തായാലും സംഭവിച്ചു പോയി. അമ്മയെ പോലും ഞങ്ങളും ടെൻഷൻ അടിച്ചിരിക്കണോ? അതിന്റെ കാര്യമൊന്നുമില്ല. ഡൽഹി പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ. അവളെ ഈ പഠിക്കാത്ത ഞാൻ കേറ്റൂല. നോക്കോ ദേ അമ്മേ, പങ്കിയാമ്മന്റെ കാര്യം വിട്. പക്ഷെ സാറാമ്മയുടെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയാ. അവരോട് മര്യാദ വിട്ടു പെരുമാറാൻ പാടില്ല. അപ്പൊ എന്നോട് ആരും മര്യാദ കാണിക്കാത്ത എന്താ? എന്നെ ചതിച്ച പങ്കിയോടും അവന്റെ കെട്ടിയോടും സാറാമ്മയോടും ഈ ജന്മത്തിൽ ഞാൻ ക്ഷമിക്കില്ല. ക്ഷമിക്കരുത് അമ്മേ. ഈ അമ്മയ്ക്കെന്താ ഇവിടെ ഒരു വിലയില്ലേ? ഇനി അഥവാ പങ്കിയാമ്മനോട് ഇടയ്ക്കെങ്ങാനൊന്ന് ക്ഷമിച്ചാലും സാറാമ്മ അവരോട് ക്ഷമിക്കരുത്. എല്ലാം എന്റെ തലവിധി. ചേച്ചിക്ക് എന്തിന്റെ സുഖേടായിരുന്നു? എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? പിന്നല്ലാതെ എങ്ങനെയാ പറയേണ്ടത്? ആ, ഒരു സാറാമ്മ. അവരുടെ മട്ടും ഭാവം കണ്ട ആരായിരുന്നു? ഞാനൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഗർഭിണിയായത്. ഇതിപ്പോ കള്ളഗർഭം ഉണ്ടാക്കിട്ട് ഡൽഹിയിൽ കറങ്ങി നടക്ക അന്തസ്സില്. എന്താ അപ്പച്ചിക്കൊന്നും പറയാനില്ലേ? അയ്യോ, ഞാനെന്ത് പറയാനാ? അപ്പച്ചി പറഞ്ഞ വല്ല വിലയുണ്ടോ? എടി, എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളെന്ന്. കാരണം അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് എങ്ങനെയാ? 3 ആമക്കളെ സാക്ഷി നിർത്തി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പിന്നെ 3 ആമക്കളെ കെട്ടിക്കൊണ്ട് വന്നോ? എല്ലാം മതിയാടിയും വേലിയാടിയും ഒക്കെ കയറി വന്നു. നിനക്കൊക്കെ എന്ത് യോഗ്യതയാടി വന്നിയെ വിമർശിക്കാൻ? അവനൊന്നും ഇല്ലെങ്കിലും 10-42 വയസ്സായില്ലേ? അവൻ പോയി കെട്ടട്ടെ. കൂടി മക്കളെ തിരികെ കയറണം കൊണ്ടു അല്ലേ? അതെ, നിങ്ങൾ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കും. ഞാൻ പോയിട്ട് അമ്മയെ നോക്കട്ടെ. നീ ഇപ്പൊ പോയിട്ട് എന്ത് പറയാൻ പോവാം? അതെനിക്ക് ഇഷ്ടമാണെന്ന് പറയും. ചേച്ചി എന്തിനാ അറിയുന്നേ? സാറാമ്മ ന്യായീകരിച്ച് വല്ലതും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ നാക്ക് ചേച്ചി ഉപ്പിലിടും ഞാൻ. ആ ഉപ്പിലിടോ അച്ചാറിടോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതൊന്നും അറിയാമല്ലോ നീ അല്ലടി. അയ്യോ, ഞാൻ പെറ്റതിന് കല്യാണം കഴിച്ചതിന് ശേഷം പെറ്റത് ഒരു സർട്ടിഫിക്കറ്റ്.
ഓണോ ഇല്ല നടക്കുന്ന ഓരോന്നൊക്കെ. അപ്പച്ചി ഇപ്പൊ ആരുടെ ഭാഗത്താ? ഞാൻ ആരുടെയും ഭാഗത്തല്ല, സത്യത്തിന്റെ ഭാഗത്താ. എന്റെ ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ സത്യവതി. ഇല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ചെന്ന് ഇല്ല യോഗ്യത സർട്ടിഫിക്കറ്റ്. അമ്മേ, അമ്മേ. ആ എന്താടി? ചുമ്മാ അമ്മയൊന്ന് കാണാൻ വന്നതാ. അമ്മ ഒന്ന് കാണാൻ വന്നതാ? അതെന്ത് കാണല്? വെറുതെ. അമ്മ എവിടെ ഇരുന്ന ഒരു കാര്യം പറയട്ടെ. നീ അങ്ങനെ എന്നെ ഇപ്പൊ ഇരുത്തണ്ട. അമ്മ ഇരിക്കുന്ന, ഞാൻ കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, അമ്മ അത് ഇരിക്ക്. ആ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? അതെ, ആ പങ്കിയുടെയും സാറാമ്മയുടെയും വക്കാലത്ത് പിടിക്കാൻ വന്നാണെങ്കിലേ നടക്കൂല കേട്ടോ. മോള് പോവാൻ നോക്ക്. അയ്യേ, വക്കാലത്ത് പിടിക്കാനോ? ഞാനോ? ഞാൻ എന്താ അമ്മ അവരുടെ വക്കാലത്ത് പിടിക്കുന്നേ? താന്നല്ല അമ്മ വന്ന് ഇവിടെ ഇരിക്കും. വാ. എന്താടി? അമ്മേ, അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാലേ, നീ ഒന്നും പറയണ്ട. ഈ ജന്മത്തെ എനിക്ക് ഇത്തിരി സ്നേഹവും സമാധാനവും സന്തോഷവും തരണോന്ന് ഈ വീട്ടിൽ ഒരാൾക്കും ഒരാഗ്രഹവും ഇല്ല. അമ്മ അങ്ങനെ പറയല്ലേ. അതെ, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട കേട്ടോ. അമ്മ സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ജീവിക്കണം എന്ന് എന്റെ ആഗ്രഹം. ആ സ്നേഹം ഇവിടെ വേറെ ആർക്കും ഇല്ലല്ലോ ഷാഹിന. പങ്കി തന്നെ ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ടു വന്ന എന്റെ ഞെട്ടലിന്ന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇത്. എടി, ആ ചതിയം പങ്കി സാറാമ്മയും കൂടി എന്നെ പൊട്ടത്തിയാക്കിയല്ലേ ചെയ്തത്. എന്റെ അമ്മ ഈ ഗർഭത്തെ ഇത്ര ഇമോഷണൽ ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുട്ടികളാവാത്ത എത്രയോ പേരുണ്ട്. അവരൊക്കെ പൂജയും വഴിപാടൊക്കെ ആയിട്ട് നടക്കല്ലേ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ചികിത്സയായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ സാറമ്മ മേടത്തിന് പങ്കാമന് ഇത്ര നേരത്തെ കുട്ടികൾ ഉണ്ടാവല്ലേ, അതിൽ അമ്മ സന്തോഷിക്കല്ലേ അമ്മ വേണ്ടേ? അതൊക്കെ ശരിയാണ്. എന്നാലും രണ്ടാളും കൂടി എന്റെ അടുത്ത് അത് മറച്ചു വെച്ചില്ലേ ഷാഹിന? എന്ത് മറച്ചു വെച്ചെന്നാ അമ്മേ? നമ്മുടെ അനന്തേട്ടന്റെയും ദേവിയച്ചയുടെയും കുട്ടികളെ വലുതാവുന്നിടം വരെ അമ്മയോട് മറച്ചു വെച്ചില്ലേ? അത്രയൊന്നും ഇല്ലല്ലോ ഇത്. ഇതിപ്പോ സാറമ്മയുടെ ഗർഭിണിയായപ്പോ തന്നെ അമ്മ അറിഞ്ഞില്ലേ? അത് നല്ല കാര്യല്ലേ അമ്മേ? എന്നാലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറഞ്ഞോളൂ അമ്മ. ചിലപ്പോഴേ ഡൽഹിന്ന് തിരിച്ചു വരുമ്പോ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് പറയാനാവും. ഓ, സ്വീറ്റ്സ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മ ഈ പ്രായത്തിലേ ഒരപ്പച്ചയാവാൻ പോവാ. അത് വെറുതെ അങ്ങ് വന്ന് പറയാൻ പറ്റുമോ? കുറച്ച് ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? അതുകൊണ്ടായിരിക്കും പങ്കാവൻ പറയാത്തെ. എന്നിട്ട് പറഞ്ഞോളല്ലേ? പറയൂല്ലേ? പറയും. എന്നാ അവന്റെ സമാധാനം പോലെ പറയട്ടെ. ആ, ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയാ? അതിന് എനിക്ക് ദേഷ്യമൊന്നുമില്ല. എന്റെ പങ്കിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നല്ലേ എനിക്ക് സന്തോഷമുള്ളൂ. അവനെ ഞാൻ പൊന്നുപോലെ നോക്കും. ആഹാ, അപ്പച്ചി വളർന്നല്ലോ. എടി, എന്നാലും അവൻ പറഞ്ഞില്ലല്ലോടി എന്നോട്. അമ്മ, ഇനി അതൊക്കെ വിട്ടുകളാ. അവര് വരുമ്പോഴേ വെറുതെ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. സ്നേഹത്തോടെ പെരുമാറിക്കോണം കേട്ടോ. അതൊക്കെ എനിക്കറിയാം. നീ എണീറ്റ് പോയേ. ആഹാ, ഇപ്പൊ ഞാൻ ഔട്ടല്ലേ അപ്പച്ചി ആയപ്പോ? ഞാൻ പോയേക്കാം. അപ്പച്ചി. താലം താലോലം ഓലം ഓലോലം കണ്ണനു നീല പീലികൾ ആടാനാലോലം പാടാനാലോലം കാലിലിടാൻ മണിക്കിങ്ങിണി കാലിലിടാൻ മണിക്കിങ്ങിണി. ഉറങ്ങിട്ടോ? ഉറങ്ങി അച്ഛൻ്റെ കുട്ടി ഉറങ്ങി കേട്ടോ. അപ്പുണ്ണേട്ടാ, നമ്മുടെ അമ്മയുടെ ദേഷ്യം മാറാനേ ഏറ്റവും നല്ലത് ഗർഭിണിയാവണതെന്ന് സാറാമ്മയോട് പങ്കിയാമ്മ പറഞ്ഞു എന്നാ എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ നമ്മുടെ അമ്മക്ക് ഗർഭം ഒരു വീക്ക്നെസ്സാ. നിനക്കറിയോ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പോ അമ്മക്ക് നിന്നോട് എന്ത് ദേഷ്യമായിരുന്നു. ആ ദേഷ്യം മാറിയപ്പോഴാ നീ ഗർഭിണിയായപ്പോ. അപ്പൊ നിന്നെ അമ്മ സ്നേഹിക്കാൻ തുടങ്ങി. അതുപോലെ ഷായിന് ഗർഭമുണ്ടെന്ന് അഭിനയിച്ചല്ലോ, അപ്പോഴും അമ്മ എന്ത് സ്നേഹം അവക്ക് കൊടുത്തേ. ഇനി അതുപോലെ സാറാ മേഡത്തിന് പിന്നെ ആ സ്നേഹം കിട്ടാൻ പോണേ. അത് ഓർക്കുമ്പോഴാ എനിക്കൊരു സങ്കടം. ഈ സന്തോഷ നിമിഷത്തിൽ ഒരു രണ്ടാളും അവിടെ ഇല്ലാത്തതാണ് എന്റെ സങ്കടം.
അതെന്താന്നറിയോ കല്യാണത്തിന് മുമ്പല്ലേ ഗർഭിണിയായത് അതിന്റെ ഒരു ചമ്മൽ കൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും. എനിക്കിപ്പൊ അതൊന്നല്ല. ഇനിയിപ്പൊ പങ്കിയാമന്റെ കുട്ടിയും കൂടെ ഇങ്ങോട്ട് വന്നാലേ നമ്മുടെ മോന്റെ സ്ഥാനം പോവുന്ന. നമ്മുടെ മോന്റെയോ? നിനക്ക് തോന്നുക ഏത് കുട്ടികൾ വന്നാലും നമ്മുടെ മോന്റെ തട്ടിങ്ങനെ താന്നിരിക്കും. അവനെ എല്ലാവരുടെയും വലിയേട്ടനായിരിക്കും ഇവിടെ. പിന്നെ പുതിയ തലമുറയിലൊന്നും അങ്ങനത്തെ സ്ഥാനം കൊടുക്കണ പരിപാടി ഒന്നും ഉണ്ടാവില്ല പുണ്യേട്ടാ. അപ്പൊ പഴയ തലമുറയിലോ? അതൊക്കെ ഉണ്ടല്ലോ. എവിടെ ഉണ്ട്? പണ്ട് ഞാനും അനന്തേട്ടനും അമ്പിളി തമ്മിൽ എന്തൊക്കെ അടിയറ നടന്നെന്നറിയോ? അമ്പിളിനെ ഒരിക്കലും ഞാൻ കുളത്തിൽ പിടിച്ചിട്ട് മുക്കിണ്ട്. എന്നിട്ട് അപ്പോഴേക്കും അനന്തേട്ടൻ വന്നു രക്ഷപ്പെടുത്തി. അതുകൊണ്ട് അവൻ വന്ന് ജീവിച്ചോണ്ടിരിക്കണ, അവൻ ദുബായിലിരിക്കണ. അല്ലെങ്കിൽ അന്ന് ചത്തുകൊണ്ടവൻ. അത്രയും കുരുത്തക്കട കളിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാരും. അതൊന്നും മോനറിയണ്ടോ, അങ്ങനെ ആയി പോവും. അവനോട് നല്ല കഥകൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പൊ പിന്നെ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, കൊറേ നേരമല്ല എന്നെ നാട്ടിൽ ഇനി കുട്ടീനെ നാട്ടിക്കേ. കിടക്കാതാ? കിടക്കാം. ലൈറ്റ് ഓഫ് ആക്ക്. തലയണങ്ങൾ തന്നെ അവിടേക്ക് ഒരു തലയണക്കവർ ഇടാ. 1 മണിക്കൂറായി. ലൈറ്റ് ഓഫ് ആക്ക്.